ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. എന്നുവെച്ചാൽ നമ്മൾ ചെറിയൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ചെറിയ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ടു കാശ്മീരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം സോളോ ആയിട്ടാണ് പോകുന്നത്, ഒറ്റയ്ക്ക് തന്നെയുള്ള റൈഡാണ്. പിന്നെ നമ്മളെ ബുള്ളറ്റിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ ഇങ്ങനെ കണ്ടുപോകാം. അപ്പം മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടികൾ നോക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിൽ ജസ്റ്റ് ഒന്ന് നേർച്ചയൊക്കെ ഇട്ട് വന്ന് വരുന്ന വഴിക്ക് നമ്മളെ രണ്ട് കൂട്ടുകാരെയൊക്കെ കണ്ട് അവരോടൊക്കെ പറഞ്ഞ് വന്ന് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പക്കാ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് കൊണ്ടാണ് എന്താ പറയുക, നമ്മൾ 100 രൂപയുടെ കോട്ടും അതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വന്ന് നമ്മൾ പേരാമ്പ്ര ടൗണൊക്കെ കഴിഞ്ഞ് നെടുവണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിട്ട് അവിടുന്ന് എന്തായാലും എണ്ണയൊക്കെ ഫുള്ളാക്കി. കാരണം കുറച്ച് എണ്ണ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ 650 രൂപയുടെ എണ്ണയിൽ വണ്ടി എന്തായാലും ഫുള്ളായി. അങ്ങനെ വന്നിട്ട് നമ്മൾ എന്തായാലും ഒരു ബോർഡൊക്കെ എന്തായാലും ഫിറ്റാക്കി. കേരള ടു കാശ്മീർ എന്നുള്ളൊരു ബോർഡും കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടീൻ്റെ മുകളിൽ സെറ്റ് ചെയ്തു. അങ്ങനെ ബോർഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ കോഴിക്കോട് ബീച്ചിലേക്കാണ് പോയത്. വണ്ടീൻ്റെ മുകളിൽ എന്തായാലും ബോർഡൊക്കെ വെച്ചു. ആൾക്കാരൊക്കെ എന്താ പറയുക, ബീച്ചിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവച്ച് നിർത്തിയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നമ്മളോട് വന്നിട്ട് കാശ്മീരേക്ക് പോവാണോ, ബൈക്കിന് പോവാണോ, ഒറ്റയ്ക്കേ ഉള്ളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമുക്ക് നല്ല സന്തോഷമാണ് കേട്ടോ അങ്ങനെയൊക്കെ കാണുമ്പോൾ. പിന്നെ എന്താ പറയുക, ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഒരു ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു ട്രിപ്പ് പോകാൻ കാരണം. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അതേപോലെ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ട്രിപ്പ് തന്നെ പോകാൻ കാരണം. ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എനിക്ക് എന്തൊക്കെയോ ഒരു മൂഡ് ഓഫാണ്. ജസ്റ്റ് ഒന്ന് വീട്ടിൽ നിന്ന് ചുമ്മാ ഒന്ന് ചില്ല് ചെയ്യാനായിട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ച സമയത്ത് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പറഞ്ഞു, ഓക്കെ നീ ചെയ്യ്, ബാക്കിയൊക്കെ നമുക്ക് അതിൻ്റെ രീതിയിൽ കാര്യങ്ങളങ്ങ് നടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. ഇന്ന് ഇവിടെ കുറച്ച് പണിയുണ്ട്. കാരണം എൻ്റെ ഫോണൊക്കെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും ഇങ്ങനെ കുറച്ച് മാർഗ്ഗങ്ങൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോസ് യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ ഇൻസ്റ്റയിൽ മാത്രം ചെറിയൊരു വീഡിയോ ആക്കി ഇടുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നു എനിക്കൊരു ട്രാക്ക് സൂട്ടും കാര്യങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നേരെ നമ്മൾ മുട്ടായി തെരുവ്, കോഴിക്കോട്ടുകാരുടെ സ്വന്തം മുട്ടായി തെരുവിലേക്ക് വന്നു. SM സ്ട്രീറ്റ് എന്ന് പറയും. നമ്മളിവിടെയാണ് എന്താ പറയുക, ഒരു എല്ലാ സാധനങ്ങളും നമുക്ക് വിലക്കുറവിലും ഒക്കെ കിട്ടുന്ന ഡ്രസ്സ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്ന് ഒരു ട്രാക്ക് സൂട്ടൊക്കെ മേടിച്ചു. ഇതാണ് കേട്ടോ അവിടുത്തെ ഒരു മുട്ടായി തെരുവിൻ്റെ ഒരു വ്യൂ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, ചെറിയൊരു പരിമിതികൾ, എൻ്റെ ഫോണിന് ഒരു കംപ്ലൈൻറ്റ് പെട്ടെന്ന് സംഭവിച്ചത് കൊണ്ട് മാത്രം ഇങ്ങനെ നമ്മൾ ചെറിയ തോതിൽ കാണിച്ച് വിടുകയാണ്. നാളെ മുതൽ എന്തായാലും വീഡിയോസ് നമ്മൾ യാത്രേൻ്റെ വിശേഷങ്ങൾ അടിപൊളിയായിട്ട് എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. അപ്പോൾ ഒറ്റയ്ക്കുള്ളൊരു യാത്രയാണ്. എല്ലാവരും കൂടുതൽ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ നേരെ ഇവിടുന്ന് എറണാകുളം, കൊല്ലം, അങ്ങനെ തിരുവനന്തപുരം, കന്യാകുമാരി അങ്ങനെയായിരിക്കും ഉണ്ടാകുക. അപ്പോൾ എല്ലാവരും വഴിയിലൊക്കെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ലോയും പറയുക, എല്ലാവരും